إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളിൽ സാരസമ്പന്നമായ ഒരു ഉപദേശം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ, അത് ആഗതമാകുന്നതിന് മുമ്പെയുള്ള 5 കാര്യങ്ങളെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 5 കാര്യങ്ങളും ശേഷം വരാനിരിക്കുന്ന 5 അവസ്ഥകളെയും നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഒന്നാമത്തത് ശബാബക ഖബ്ല ഹറമിക്ക. നിൻ്റെ വാർദ്ധക്യത്തിന് മുമ്പെയുള്ള നിൻ്റെ യൗവനം അത് നീ പ്രയോജനപ്പെടുത്തണം. വസിഹതക ഖബ്ല സഖമിക്ക. രോഗത്തിന് മുമ്പെയുള്ള നിൻ്റെ ആരോഗ്യ അവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖരിക്ക. ഒരു ദാരിദ്ര്യം സംഭവിക്കുന്നതിൻ്റെ മുമ്പെയുള്ള ധന്യതയെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗലിക്ക. നിൻ്റെ തിരക്കുകൾ വരുന്നതിന് മുമ്പെയുള്ള ഒഴിവു സമയത്തെ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക്ക. നിൻ്റെ മരണത്തിന് മുമ്പേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അഥവാ നമ്മുടെ ജീവിതം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഇങ്ങനെ മനുഷ്യരെന്ന നിലക്ക് നമ്മളൊക്കെ കടന്നു പോകേണ്ട, മിക്കവാറും ആളുകൾക്കും അഭിമുഖീകരിക്കേണ്ട 5 വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ് ആ അവസ്ഥകൾ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക്ക. നിൻ്റെ വാർദ്ധക്യ പ്രായത്തിലേക്ക് നീ എത്തുന്നതിന് മുമ്പേ നിൻ്റെ യൗവനകാലത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന്. അതുപോലെ തന്നെ നിൻ്റെ ഹയാതക ഖബ്ല മൗതിക. നീ മരിക്കുന്നതിന് മുമ്പെയുള്ള നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. ഇത് സംസാരം കേൾക്കുന്ന നമ്മൾ ആലോചിക്കേണ്ടത്, പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉപയോഗപ്പെടുത്താൻ പറയുന്ന ഈ അവസരങ്ങളെല്ലാം നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇന്ന് നമ്മുടെ യൗവനം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, ഹയാത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാളെ എന്താകുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ യൗവനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. നിങ്ങളുടെ കാലുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല ചില കാര്യങ്ങൾക്ക് പരലോകത്ത് മറുപടി കൊടുത്തിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, നിന്റെ യൗവനം അത് നീ എവിടെയാണ് ചെലവഴിച്ചത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിനോട് മറുപടി കൊടുക്കാതെ, അഥവാ തൃപ്തികരമായ മറുപടി കൊടുക്കാതെ കാലടി മുന്നോട്ട് വെക്കുക സാധ്യമല്ല. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ജീവിതം, നമ്മുടെ യൗവനം അതെങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുഗുണമായ രൂപത്തിലാണോ നമ്മുടെ സമയം, നമ്മുടെ യൗവനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? അതല്ല. അള്ളാഹുവിൻ്റെ കോപത്തിന്, മഅസിയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ ദേഷ്യവും അവൻ്റെ തൃപ്തികേടുമൊക്കെ കരസ്ഥമാക്കാൻ പറ്റുന്നതാണോ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? യൗവനത്തിന് രണ്ട് രൂപത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമുക്കെല്ലാ രൂപത്തിലും മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരം എത്തുക എന്ന് നമ്മൾ പറയാറുണ്ട് സാഹിത്യത്തിൽ. അതാണ് യൗവനത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ചുറ്റുപാടുകളില്ലാത്ത, ഉള്ള ചുറ്റുപാടുകളെ തന്നെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രായമാണ്. എപ്പോഴും ഇപ്പോൾ പുറപ്പെടണമെന്ന് പറഞ്ഞാൽ പുറപ്പെടാൻ പറ്റും. ഒരുപാട് ആലോചനകളില്ലാതെ കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കാൻ പറ്റുന്ന യൗവന കാലഘട്ടം. ആ യൗവന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് നിർവഹിക്കുന്നത്? ഇപ്പം നമ്മുടെ സമയം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തിൻ്റെ വിഷയത്തിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് അശ്രദ്ധയിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ക്രമത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം. കൃത്യമായി 5 വക്ത് നിസ്കാരത്തിനപ്പുറത്തേക്ക് അള്ളാഹുവിന് പരലോകത്തിനു വേണ്ടി നമ്മുടെ യൗവന കാലഘട്ടത്തിലൊരു സമയം നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആണും പെണ്ണും യൗവന കാലഘട്ടത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ആനുകൂല്യങ്ങളെയും അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യർ, മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു 5 വക്ത് നിസ്കാരത്തിന് വേണ്ടിയും ഒഴിച്ചു വെക്കുന്നതിനപ്പുറത്ത് നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമ്മുടെ സമയവും അധ്വാനവും ഒക്കെ നമുക്ക് വേണ്ടി, അഥവാ നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? നിസ്കരിക്കുന്നതിനപ്പുറത്തേക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ, ഒഴിഞ്ഞിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നടത്താൻ സമയമില്ല. ആ സമയമില്ല എന്ന് പറയുന്നവർ നമ്മളെ തന്നെ സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് ധരിപ്പിക്കുന്നവർ നമ്മുടെ മൊബൈൽ ഫോണിലെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിയാൽ 7-8 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. പലതും നമ്മൾ കാണുന്നുണ്ട്, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്, പലതും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഒരു ഉപകാരവും ദുനിയാവിലും ആഖിറത്തിലും ഇല്ലാത്തതിന് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ബോധ്യവും പേടിയും ഇല്ല എന്നതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. നമ്മളൊന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ യൗവന കാലഘട്ടത്തിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ മണിക്കൂറിൽ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ എണ്ണി നമുക്ക് പറയാൻ പറ്റുമോ? ഇതൊക്കെ റബ്ബേ നിൻ്റെ വജുഹുദ്ദേശിച്ച് പരലോകത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, സമയം ഞാൻ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ യൗവന കാലഘട്ടത്തെ ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ച് ലഭിക്കുന്ന നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. 7 ആളുകൾ ഹർഷിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗക്കാരെ എണ്ണി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, ഉന്മേഷത്തോടുകൂടെ അള്ളാഹുവിനോടുള്ള ആരാധനാ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ റബ്ബിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നിടത്ത് ഉന്മേഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന യുവാക്കൾ, അവർക്ക് അർശിൻ്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് എന്താണ് ഉണ്ടാവുക നമ്മുടെ പ്രവർത്തനത്തെ വെച്ച് നോക്കുമ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് അതിന് തൃപ്തികരമായ മറുപടി നൽകാതെ കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്തും അൻ ശബാബിക്ക ഫീമ അഫ്നൈത, അത് എവിടെ കൊണ്ട് ഞാൻ നശിപ്പിച്ചത് എന്നാണ് ചോദ്യം. സഹോദരങ്ങളെ, നമ്മുടെ സമയം, നമ്മുടെ യൗവന കാലഘട്ടം, പ്രസരിപ്പുള്ള ഈ സമയം, അത് എന്തിനാണ് നമ്മൾ ചെലവഴിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയ പക്ഷം ദുനിയാവിലെങ്കിലും ഉപകാരം കിട്ടുന്ന കാര്യത്തിനാണെങ്കിൽ, അഥവാ കുടുംബത്തിനും നമുക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യമാണെങ്കിലെങ്കിലും അതെങ്കിലും നമുക്കൊരു പരിധിവരെ അതിൽ ന്യായമുണ്ടെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ യുവ സമൂഹം എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്. യാത്ര പോകാൻ സമയമുണ്ട്, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ സമയമുണ്ട്, ഖീൽ വക്കാൽ എന്ന് നമ്മൾ പറയാറുണ്ട്. നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ അവർക്ക് സമയമുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ ഉയർത്തി എൻ്റെ പാപങ്ങളെക്കുറിച്ച് പറയാൻ അവന് സമയമില്ല. ഒരു നിർബന്ധിത നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. അത് സമയമില്ലാത്തത് കൊണ്ടല്ല, ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ യൗവന കാലഘട്ടം അത് വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ എത്തി, അപ്പോഴാണ് മനുഷ്യന്മാർക്ക് ഒരു തിരിച്ചറിവുണ്ടാകുക. അപ്പോൾ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ ആവശ്യകതകളൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തണം. നോക്കൂ, നമ്മളിൽ യൗവന പ്രായത്തിലുള്ളവർ നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന് നമുക്ക് നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി സമ്പത്ത് ഒരു കൂട്ടി വെക്കുന്നവർ എത്ര ആളുകളുണ്ട്?
എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സ്വപ്നം കണ്ട് പണം കൂട്ടി വെക്കുന്നവരുണ്ട്. അവർ തന്നെയും ഈ ആരോഗ്യമുള്ള കാലത്ത്, നടക്കാൻ ഒരു പ്രയാസമില്ലാത്ത കാലത്ത്, ഏറെ നടന്ന ആരോഗ്യമെടുത്ത് ചെയ്യേണ്ട ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട്. അത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ഈ ആരോഗ്യത്തിൽ ചിലതൊക്കെ നിർവഹിക്കണമെന്ന ബോധം നമുക്കുണ്ടാകണം. ഇപ്പോൾ ഉറക്കൊഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രായത്തിൽ കുറച്ച് അല്ലാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ഉറക്കൊഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ യൗവന കാലഘട്ടത്തെ, അള്ളാഹു ചോദ്യം ചെയ്യുന്ന യൗവന കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? കർമ്മങ്ങളെ അള്ളാഹു തൂക്കി നോക്കുന്ന ഒരു സമയത്ത് ഇതിലേതിൽ കനം തൂങ്ങി നിൽക്കും എന്നതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിഹത്തക ഖബല സഖമിക, നിന്നെ രോഗം ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഏതവസ്ഥ, ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നല്ല ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് തൽക്ഷണം ഹാർട്ട് അറ്റാക്ക് വന്നും സ്ട്രോക്ക് വന്നും ഒക്കെ അവരുടെ ജീവിതം നിശ്ചലമായി പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണങ്ങൾ പലതും ആകാം. നമ്മളെ കാരണം ഒന്നേ ഉള്ളൂ, ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അവരുടെ സമയം, അജൽ അവരുടെ കയ്യിലെത്തി, അവരുടെ മുന്നിലെത്തിയാൽ, അവർക്ക് അള്ളാഹു നിശ്ചയിച്ച സമയത്തിലേക്ക് അവരെത്തിയാൽ പിന്നെ എക്സ്ക്യൂസുകളൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ കാരണം. മറ്റുള്ളതൊക്കെ ഭൗതിക കാരണങ്ങളാണ്. ആ കാരണങ്ങളിൽ നമ്മൾ എത്തും അല്ലേ? നമുക്കറിയാം, ഒരു രോഗം വന്ന് കിടപ്പിലാകുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആരോഗ്യമുള്ള കാലത്ത് 5 വക്ത് നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യൻ, പള്ളിയിലെത്തുന്ന മനുഷ്യൻ, ആ വ്യക്തി രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് എത്താതിരുന്നാലും അവൻ ആ ജമാഅത്തുകളുടെ കൂലിയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ആരോഗ്യമുള്ള കാലത്ത് നടന്നും പ്രയത്നിച്ചും അധ്വാനിക്കുന്ന മനുഷ്യർ, ആരോഗ്യമില്ലാതെ അവൻ കിടക്കുന്ന സമയത്തും അവന് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. അതാണൊരു അഡ്വാൻറ്റേജ്. ആരോഗ്യകാലത്ത് നന്മകളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ രോഗികളായി തീരാനും കിടപ്പിലാകാനും വയസ്സ് കുറേ ആകണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, പുതിയ കാലത്ത് പ്രത്യേകിച്ചുമല്ല. ഒരു നിമിഷം ഉണ്ടാകുന്ന ചില അശ്രദ്ധകളെ കൊണ്ടോ, ഒരു നിമിഷം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെ കൊണ്ടോ കാലാകാലം കിടപ്പിലേക്ക് പോകാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു മുന്നൊരുക്കത്തിനൊന്നും അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. എത്ര അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ ചുറ്റിലുമുള്ളത്. ആ കൂട്ടത്തിൽ നല്ല ദൃഢമായ ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് പോയ ആളാണ്. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ശേഷം അദ്ദേഹം സഞ്ചരിച്ച വണ്ടിക്കോ, അദ്ദേഹം ധരിച്ച ഹെൽമറ്റിനോ, അദ്ദേഹം കൊണ്ടുപോയി തട്ടിയ വണ്ടിക്കോ ഒന്നും പറ്റിയിട്ടില്ല. ഇദ്ദേഹം താഴെ വീണപ്പോൾ തലയുടെ ഒരു ചെറിയ ഭാഗത്ത് ഇടിച്ചു. 4 വർഷമാണ് അദ്ദേഹം കോമ സ്റ്റേജിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ ആയുസ് തള്ളി നീക്കിയത്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിൽ ഒരു മുറിയിൽ ഒരു ശരീരമായി അദ്ദേഹമുണ്ട്, സാന്നിധ്യമായി അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദനകളെക്കുറിച്ച് പോലും അദ്ദേഹത്തിൻ്റെ പ്രിയതമയും മക്കളും പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചുറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ വിരലനക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്താ സംഭവം? നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ആരും ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ആരും കണക്ക് കൂട്ടുന്നത് പോലെയല്ല. അത് സംഭവിക്കാൻ അള്ളാഹു നിശ്ചയിച്ചെടുത്ത് അത് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, നാളത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതല്ല, നമുക്കിപ്പോൾ പ്രവചിക്കാനും പറ്റുന്നതല്ല. ഇന്നത്തെ ആരോഗ്യത്തെ നമ്മൾ എങ്ങനെ തള്ളി നീക്കുന്നു എന്നതാണ് പ്രധാനം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗിനാക ഖബല ഫക്രിക, നിനക്ക് പ്രയാസം, സാമ്പത്തികമായ ഞെരുക്കം സംഭവിക്കുന്നതിന് മുമ്പേ ഉള്ള സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണം. ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും പണം അങ്ങനെ ചിലവഴിക്കുന്നതായിരിക്കും. ചായ കുടിക്കാൻ കയറി ഇറങ്ങിയാൽ 150-200 രൂപ നമുക്ക് ചിലവ് വരും. അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ അങ്ങനെ വെറുതെ ചായ കുടിക്കാൻ പോയാൽ നമുക്കുണ്ടാകുന്ന ചിലവുകളെ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ കണക്കൂട്ടി നോക്കാം. എന്നാൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് പരലോകത്ത് ഗുണപ്പെടുന്ന രൂപത്തിൽ എത്ര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുക. ഇത് യഥാർത്ഥത്തിൽ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് വിചാരിക്കാത്തവന് അതിന് തൗഫീഖ് ഉണ്ടാകില്ല. അത് കണക്ക് കൂട്ടണം, അപ്പോൾ മാത്രമേ അത് നിർവഹിക്കപ്പെടുള്ളൂ. ഒരു വെള്ളിയാഴ്ച ദിവസം ഇത്ര രൂപ കൊടുക്കണമെന്ന് വിചാരിക്കുന്നവനെ കൊടുക്കൂ. അല്ലാതെ നമ്മുടെ മുന്നിൽ വന്ന് വാതിൽ മുട്ടിയാൽ കൊടുക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അത് നിർബന്ധിതാവസ്ഥയിൽ ചിലപ്പോൾ ഇല്ലായ്മയിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. നമ്മളുടെ സമ്പത്ത് ഒലിച്ചു പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നതിൻ്റെ, തകർന്നു പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ എന്ത് സമ്പാദിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. ഖുർആൻ ഖുർആനിൽ മരണത്തിന് ശേഷം ഒരു അവസരം തന്നാൽ ഫഅസ്വദ്ദഖു എന്ന് ഖുർആൻ 2-3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒരവസരം കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ സ്വതക്ക കൊടുത്തോളാം എന്നാണ് ഖുർആനിൻ്റെ പ്രയോഗം. എന്താണ് മരണപ്പെടുന്ന വേളയിൽ മനുഷ്യർ ഒരവസരത്തെ കൂടെ ചോദിക്കുമ്പോൾ അവസരം കിട്ടിയാൽ ഞാൻ സ്വതക്ക കൊടുത്തോളാം എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കാണ്. സ്വതക്ക കൊണ്ട് അവന് കിട്ടുന്ന നേട്ടം മനസ്സിലാകുന്ന മനുഷ്യൻ ആ സമയത്ത് ഒരു അവസരം കിട്ടിയാൽ ഉള്ളതിൽ നിന്നൊരൽപ്പം കൊടുത്തോളാം എന്ന് വാവിട്ട് കരയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സമ്പത്തിൽ ഇപ്പോൾ നമുക്ക് ദാരിദ്ര്യാവസ്ഥ അല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നീട്ടി പോകുന്നുണ്ട് എങ്കിൽ അതോടൊപ്പം
പരലോകത്തേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കാൻ ശ്രദ്ധിച്ചോളൂ, നഷ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ ആളുകളും ഒന്ന് കൊണ്ടുപോയി പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം വെച്ചതിൽ നിന്ന്, ഭക്ഷണം പാചകം ചെയ്തതിൽ നിന്ന് വന്ന് ചോദിച്ച പ്രവാചകന്റെ അനുചരന്മാർക്ക് പ്രവാചക പത്നി ആയിഷ ബീബി ഓരോന്ന് പകുത്തു കൊടുത്തു. അവസാനം കുളമ്പ് മാത്രം ബാക്കിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി ആയിഷ ബീബി വല്ല സങ്കടത്തോടെ പറയാണ്, ഇത് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അല്ല, നേരെ തിരിച്ചാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് നമുക്ക് നഷ്ടമായി, ബാക്കിയൊക്കെ നമുക്ക് കിട്ടി എന്നതാണ്. അതൊരു മാനസികാവസ്ഥയാണ്. നമുക്ക് എത്ര കണ്ട് അതിനോടൊക്കെ തുലനം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കണ്ട് നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന് നമ്മുടെ തന്നെ പരലോകത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നു എന്നതാണ് ചോദ്യം. വ ഫറാഗക ഖബല ശുഗലിക, തിരക്കിലെത്തുന്നതിൻ്റെ മുമ്പെയുള്ള നമ്മുടെ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് ജാഗ്രത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളുടെ മേൽ ധാരാളം ആളുകളും അവരൊക്കെ നഷ്ടത്തിലാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് കേൾക്കാത്തവർ, ഞാൻ നിങ്ങളൊക്കെ എത്രയോ തവണ കേട്ട് ഒരു പക്ഷേ ഇരിക്കുന്നവർ ഭൂരിഭാഗം ആളുകൾക്ക് മനപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള ഹദീസാണ്. ഇനി അതിൻ്റെ ഒരു പ്രയോഗതലത്തിൽ സ്വന്തത്തോട് നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ ഒഴിവ് സമയം എങ്ങനെ നമ്മളത് തള്ളി നീക്കാറുള്ളത്? സ്ക്രോൾ ചെയ്ത് കാണാൻ ഒരിക്കലും പാടില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള സംഗതി കണ്ടാസ്വദിച്ചാണോ? ചിലരൊക്കെ ജീവിതത്തിൽ ഒഴിവ് സമയം ഉണ്ടാക്കും. എന്തിന്? ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പോകാൻ, കാണാൻ, കൂട്ടമായിരുന്ന് തീരുമാനിക്കാൻ, സമ്പാദിച്ചതിൽ നിന്ന് ചെലവഴിക്കാൻ. എന്തിന്? 1.5 മണിക്കൂർ 2 മണിക്കൂർ വൃത്തികേടുകളും ഹറാമുമാണ് എന്ന് നമുക്ക് ഉറപ്പായും ബോധ്യമുള്ളത് കണ്ടാസ്വദിക്കാൻ കുടുംബസമേതം പോകുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ നമ്മുടെ ഒഴിവ് സമയം നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ധാരാളം ആളുകളും ആ നിഅമത്തിൽ അശ്രദ്ധരാണ്, അവർ നഷ്ടക്കാരാണ്. ഞാൻ ഏതിലാണ് ഉണ്ടാവുക എന്നൊരു പരിശോധന നമ്മൾ നടത്തണം. നമ്മുടെ ഒഴിവ് സമയത്തെ വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ അള്ളാഹു ഹിസാബിന് വേണ്ടി നമ്മളെ നേർക്കുനേരെ വരുമ്പോൾ നമ്മുടെ ഒഴിവ് സമയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ജയിച്ചോ പരാജയപ്പെട്ടോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താം. എങ്ങനെ? ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മൾ എങ്ങനെ ചെലവഴിച്ചത് എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഭയങ്കരമായ തിരക്ക് ജീവിതത്തിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, കുറച്ചൊരു ഒഴിവ് സമയം കിട്ടിയിരുന്നെങ്കിൽ. ആ ഒഴിവ് സമയം നമ്മൾ എന്തിനായിരുന്നു ഇപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? നാളെ തിരക്കിലാകുന്നതിൻ്റെ മുമ്പേ ഇന്ന് കിട്ടുന്ന ഒഴിവ് സമയം നമ്മൾ എന്തിനാണ് ചെലവഴിച്ചത്? അതാണ് തിരക്കിലാകുമ്പോഴും നമ്മുടെ മാനദണ്ഡം. ഇന്ന് ഒഴിവ് സമയം കിട്ടുമ്പോൾ 2 സുബ്ഹാനല്ലാഹ് ചൊല്ലാനും 2 ഇസ്തിഗ്ഫാർ ചൊല്ലാനും ഒരൽപ്പം സമയം കൂടുതലുണ്ടെങ്കിൽ പള്ളിയിൽ അല്പനേരം ഇരുന്ന് റവാത്തിബ് നിസ്കരിക്കുവാനൊക്കെ തീരുമാനിച്ചവൻ തിരക്കിലായി പോയാൽ ആ റബ്ബ് അവന് കാരുണ്യം കൊടുക്കും. റവാത്തിബിന്റെ കൂലി അവന് കിട്ടും, ഇസ്തിഗ്ഫാറുകളുടെ സുബ്ഹാനല്ലാഹയുടെ കൂലി അവന് കിട്ടും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒഴിവ് സമയത്തെ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആ വിഭവത്തെ, ആ അനുഗ്രഹത്തെ നമ്മളെങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. വഹയാത്തക ഖബല മൗതിക്, നിന്റെ മരണം ആസന്നമാകുന്നതിന് മുമ്പേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. എത്ര ആയത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മുജ്രിമീങ്ങൾ അവരുടെ കഷ്ടപ്പാടും അവരുടെ രീതിയും എന്തായിരിക്കും എന്ന് വെച്ചാൽ, കിട്ടുന്ന സമയമൊന്നും അവരുപയോഗപ്പെടുത്തില്ല. അവസാനം വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി രേഖകൾ കയ്യിൽ കൊടുത്തു, ഇതാ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം ഈ കത്തിയാളുന്ന നരകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമയം അവർ വിലപിക്കും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വ അന്നാ ലഹു ദിക്റ. അപ്പോൾ ബോധ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? അപ്പോൾ ഓർമ്മയുണ്ടായിട്ട് എന്ത് കാര്യം? പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമുള്ള, ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യരെ ചിന്തിക്കൂ. ഇപ്പോഴുള്ള ചിന്തക്ക് മാത്രമേ വിലയുള്ളൂ. അല്ലാതെ മരണത്തിന് ശേഷം, മരണാസന്നമാകുന്ന സമയം മുതൽ മുജ്രിമീങ്ങൾ നടത്തുന്ന വിലാപത്തെക്കുറിച്ച് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ ചോദിക്കുമെന്നാണ്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഒന്നുകൂടെ അവസരം തന്ന ആ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ. പക്ഷേ ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ, പിന്നെ അവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിച്ചതിനനുസൃതമായ കാര്യങ്ങൾ നേടുകയല്ലാതെ അന്നേരം ഒരു എക്സ്ക്യൂസിനും വകുപ്പില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ചെലവഴിക്കുന്ന നമ്മുടെ സമയം, അതാണ് നമ്മുടെ ജീവിതം. സലഫുകൾ പറയുമായിരുന്നു, ഇദാ അസ്ബഹ്ത ഫലാ തൻതളിറിൽ മസാഅ, രാവിലെ ആയാൽ വൈകുന്നേരം എത്തുമെന്ന് ഒരു ഉറപ്പും നമുക്ക് ആർക്കില്ല, അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ട. ഫൈദാ അംസൈത ഫലാ തൻതളിറി സ്വബാഹ, വൈകുന്നേരം എത്തിയാൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമെന്ന് നമ്മൾ ആരും ഉറപ്പിക്കണ്ട. അതുകൊണ്ട് ഏത് സമയത്തും ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ മാറി മറിയാം. സമ്പത്ത് പോകാം, മരണത്തിലേക്ക് നമ്മൾ എത്താം, വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രയാസത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പുള്ള യൗവന കാലഘട്ടം, തിരക്കിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒഴിവ് സമയം. ഇതിനെ പ്രയോജനപ്പെടുത്താൻ ആർക്കേ പറ്റുള്ളൂ? മനസ്സുകൊണ്ട് വിചാരിക്കുകയും ആലോചിക്കുകയും എന്നിട്ട് തീരുമാനിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കേ പറ്റൂ. അല്ലാത്തവർ സ്വയം നമ്മളെ തന്നെ വിഡ്ഢികളാക്കും. നമ്മൾ പറയല്ല, ഞാൻ കുറച്ചൊക്കെ മെച്ചാണ്, ഇവരൊക്കെ കണ്ടോ, മറ്റുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ,
ഞാൻ കുറച്ചെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടല്ലോ എന്നൊരു സ്വന്തത്തെ വഞ്ചിക്കുന്ന നിലപാടിൽ പിശാച് നമ്മളെ കെട്ടിയിടും. അതുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ യാഥാർത്ഥ്യബോധത്തോടുള്ള ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. ഇനി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ മാസത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. സ്വാഭാവികമായും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ട ഒരു മാനസികമായ തയ്യാറെടുപ്പ് അത് നടത്തി ഒരുക്കങ്ങളോടുകൂടെ സമ്പന്നമാകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഷഅബാൻ. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് വരുന്നവർക്കാണ് ഈ സമയത്ത് ഉപയോഗപ്പെടുത്താനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുക. അല്ലാത്തവർ സ്വയം സ്വയം കുഴിക്കുന്ന കുഴിയിൽ അവർ വീണുപോകും. ഇതിനെല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താ? അപ്പോൾ ഒരാൾക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അതിനെക്കുറിച്ച് വിവരവും അറിവ് അവർക്കുണ്ടാകുമ്പോഴാണല്ലോ. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, എൻ്റെ ഒരു പരലോകത്തേക്കുള്ള എൻ്റെ യാത്രയിൽ ഞാൻ അത്യാവശ്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർക്ക് അറിവിൻ്റെ അഭാവമാണ് അവരങ്ങനെ ചിന്തിക്കാൻ തന്നെ പ്രേരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഒരു മനുഷ്യൻ അത് പ്രവർത്തിക്കണമെങ്കിലും ആ കാര്യം മറ്റൊരാളോട് പറയണമെങ്കിലൊക്കെ അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? അതിന് മുമ്പേ നേടേണ്ടത് ആർജിക്കേണ്ടത് എന്താണ്? ആ കാര്യത്തെക്കുറിച്ച് അറിവാണ്. അപ്പം നമുക്ക് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഓവർ കോൺഫിഡൻസ്, അതിൽ കടന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ദുനിയാവും ആഖിറവും എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നതാണ്. അതാണല്ലോ മുൻഗാമികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കുമുള്ള സാക്ഷ്യം നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാളെ എന്താകുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഉറപ്പ് വന്നിട്ടില്ല. എന്നാൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്തയും ഉറപ്പും കൊടുത്തവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവർ ക്രമീകരണങ്ങൾ വരുത്തുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ വഹി മുഖേന ജിബ്രീൽ അറിയിച്ചു കൊടുത്ത സന്തോഷ വാർത്തയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അബൂബക്കർ ഫിൽ ജന്ന. മാത്രമല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എത്രയെത്ര സന്ദർഭങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ സ്ഥിരീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. സ്വർഗത്തിലൊരു കൊട്ടാരം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു എന്ന് പ്രവാചകൻ പറഞ്ഞു. മാത്രമല്ല തന്നോടൊപ്പം പ്രവാചകന്റെ കൂടെ നിന്ന് ചെലവഴിക്കുന്ന സമയങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഉറപ്പ് കൊടുക്കാണ്, വഹി മുഖേനയുള്ള ഉറപ്പ് കൊടുക്കാണ്. പക്ഷെ ആ ഉറപ്പ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉറപ്പ് കിട്ടിയവരാരും ആ ഉറപ്പിന്മേൽ അവലംബിച്ച് നിൽക്കാറില്ല. അപ്പോൾ നോക്കും, നമ്മൾ റമദാനിൽ ബദറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അല്ലേ? ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദർ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഉത്ബത്തിൻ്റെ അന്ത്യമുണ്ടാവുക, ഇവിടെയാണ് ശൈബത്തിൻ്റെ അന്ത്യമുണ്ടാവുക, ഇവിടെയാണ് അബൂജഹൽ വധിക്കപ്പെടുക. ഓരോ സ്ഥലവും അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പക്ഷേ പിറ്റേന്ന് ബദർ നടക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ എപ്പോഴും പുറത്തൊരു ഷോൾ ഇട്ടിട്ടാണ് നടക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി വെച്ചതിൻ്റെ കാരണത്തിൽ പ്രവാചകൻ്റെ തോളിൽ ആ ഷോൾ നിൽക്കണില്ല, താഴെ വീണു പോകുകയാണ്. സമൃദ്ധമായ താടി നനഞ്ഞു. പ്രവാചകൻ എവിടെയാണ് നിന്നത് എന്ന് ബദർ യുദ്ധത്തിൻ്റെ അവസാനം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അത്ര താഴെ നനഞ്ഞു. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഉറപ്പ് കൊടുത്ത വിജയം അള്ളാഹു അത് എളുപ്പത്തിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് ദുനിയാവാകട്ടെ ആഖിറമാകട്ടെ ഒരു നിലക്കുള്ള ഉറപ്പും നമുക്കാർക്കില്ല. എന്നാൽ നമ്മുടെ ഒരു മനോഭാവം എന്താണ് അല്ലേ? പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ, തൗബയുടെ വിഷയത്തിൽ, സ്വതക്കളുടെ വിഷയത്തിൽ, നിസ്കാരങ്ങളുടെ വിഷയത്തിലൊക്കെ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഏതെങ്കിലും നിലക്കുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ അറിവിൻ്റെ അപര്യാപ്തതയുണ്ട് എന്നാണ്. അറിഞ്ഞവരാരും ആ ഓവർ കോൺഫിഡൻസ് പ്രകടമാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ റമദാനിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായി അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ നല്ലൊരു വൈജ്ഞാനികമായ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ഉപയോഗപ്പെടുത്തണം. തഖ്വ വർദ്ധിപ്പിക്കുക എന്നാണ് റമദാനിൻ്റെയും നോമ്പിൻ്റെയും ഉദ്ദേശമായി അത് സംവിധാനിച്ച റബ്ബ് പറഞ്ഞത്. റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. റമദാനിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത മുഴുവൻ പുണ്യവും നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ അതറിഞ്ഞ്
അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റണം. ഒരു സ്റ്റീരിയോ ടൈപ്പായി കാലങ്ങളായി നമ്മൾ തോറ്റു വരുന്നത് പോലെ ഒരു നോമ്പ് അങ്ങനെ രാവിലെ ആയാൽ നമ്മൾ അത്താഴം കഴിക്കും, വൈകുന്നേരം ആയാൽ നോമ്പ് തുറക്കുകയും ചെയ്യും, പിന്നെ പറ്റിയാൽ തറാവീഹ് നിസ്കരിക്കും എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. അതുകൊണ്ട് അറിവിൻ്റെ അപര്യാപ്തതയാണ് പലപ്പോഴും. നമ്മൾ എത്ര സമയം ചെലവഴിക്കും അല്ല, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കും ഒക്കെ വെച്ച് തന്നെ പഠിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുള്ള കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ തഖ്വ വളർത്താൻ അല്ലേ, ഒരു മനുഷ്യനെ അവൻ്റെ വിഭവങ്ങൾ സമാഹരിക്കാതെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് രംഗത്തായാലും നമ്മുടെ തഖ്വ വളർത്താൻ നമ്മൾ ബോധപൂർവ്വം എന്ത് ഇടപെടലാണ് നടത്തുന്നത്. ആഴ്ചയിൽ എത്ര സമയം നമ്മൾ പഠിക്കും, എത്ര സമയം ഖുർആനിൻ്റെ തഫ്സീർ നമ്മൾ പഠിക്കും, എത്ര സമയം നമ്മുടെ കർമ്മങ്ങളെ കൃത്യമാക്കിയെടുക്കാൻ വേണ്ടി ഒരു പരിശ്രമം പഠിക്കാൻ നമ്മൾ നടത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കണം. എന്നിട്ട് റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു വൈജ്ഞാനികമായ വിഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായി ആത്മനിശ്ചയത്തോടുകൂടെ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ആഫിയത്തോടുകൂടെ റമളാനിനെ സ്വീകരിച്ച് ഏറ്റവും സജീവമായ രൂപത്തിൽ റമളാനിൽ നിലകൊള്ളാനും അള്ളാഹുവിൻ്റെ റിളയും അവൻ്റെ മഹബത്തുമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സജീവമായി ഇടപെടാനുമുള്ള തൗഫീക്കിനെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. പരീക്ഷണങ്ങളുടെ വേളയിൽ ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ റഹ്മാനെ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.